നാഗനും മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ സിയോൻ സഞ്ചാരിക യേശുവിചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരിക യേശുവിചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ ലോകമേതും യോഗ്യ എഞ്ചിനീയർ ആയാൽ ഇരുമ്പെ പണിയാണ്, ഡോക്ടറായാൽ ശരീരത്തെ പണിയാണ്, പാസ്റ്ററായാൽ ദേശവും ദേശീയ ആത്മാവുമുള്ള ഈ മനുഷ്യനെ കംപ്ലീറ്റ് റിപ്പയർ ചെയ്ത് അവന്റെ കേട് നോക്കി അവനെ നിത്യതയ്ക്ക് കൊള്ളാവുന്നവരാക്കുന്ന ഈ മഹത്തായ ശുശ്രൂഷ പാസ്റ്ററെ പറ്റുള്ളൂ. അതുകൊണ്ട് യൗവനക്കാര, നീ ഈ പുസ്തകം എടുത്തത് മണ്ടത്തരമല്ല, നീ സുവിശേഷത്തിലേക്ക് സമർപ്പിച്ചത് മണ്ടത്തരമല്ല. നിന്നയും അവമാനവും ഒക്കെ കേട്ടിട്ട് സുവിശേഷത്തിന് ചെയ്യുന്ന ദോഷമൊന്നുമില്ല. എന്റെ മോനെ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇച്ചിരി വണ്ണമാണ്. അവൻ 7ാം ക്ലാസ് 6ലൊക്കെ പഠിക്കുമ്പോ പിള്ളേര് പറയുന്നതാണ്, ഇതല്ലേ എന്നെ വണ്ണാമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യാനാ, ഓർക്കാനും പറ്റുന്നില്ല. അവൻ 2-3 വർഷം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പറഞ്ഞു, അപ്പൊ വലിയ ബുദ്ധിമുട്ടാണോ? ഞാൻ നീ മറുപടി പറയണ്ട, പക്ഷെ നിനക്ക് മറുപടി ഞാൻ പറഞ്ഞില്ല. ഈ പറഞ്ഞാൽ ഞാൻ ജോലി അയാൾ ഡോക്ടർ, അയക്കെന്നെ പണി, അയാൾ പേരുണ്ടല്ലോ. ഒരു പേന അവൻ ഒപ്പിട്ടേക്ക് ഒരു ദിവസം 2000 രൂപ മേടിക്കും. നിന്റെ അപ്പൻ എന്നാ ജോലി ചെയ്യുന്നു, നീ കാണുന്നില്ലേ? വെറുതെ ഒപ്പിടുകയാണോ? 24 മണിക്കൂറിൽ കുറഞ്ഞ പക്ഷം 12 മണിക്കൂർ നിന്റെ അപ്പൻ ജോലി ചെയ്യുന്നു, നീ കണ്ടിട്ടില്ലേ? ധൈര്യമായിട്ട് പോകും. ഈ ലോകത്തിൽ ആര് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടെന്ന് അഭിമാനമുള്ള ഒരു സുവിശേഷകൻ പറയും. എന്താണെന്നറിയാമോ? എല്ലാവർക്കും ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ ടെലിവിഷൻ കമ്പ്യൂട്ടർ ഇരിക്കാം. ഞങ്ങൾ ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ അടുത്ത ഡ്യൂട്ടി തുടങ്ങുക. അതെന്തുവാ? നൈറ്റ് ഡ്യൂട്ടി. സകല സഭകൾക്കും വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ പാസ്റ്റർ രാത്രി ഇടിവിൽ നിൽക്കുക. കർത്താവേ, അവർ സമുദായങ്ങൾക്ക് ഈ കൂട്ടത്തിൽ വന്നതാ, അവരുടെ തലമുറയ്ക്ക് ഒരു വഴി തുറക്കണമേ. ഒരു നാൾ നശ്വര ലോകം വിട്ടു തിരിയുന്ന അതിവേഗം അങ്ങേ കരയിൽ നിന്ന് നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോ വിളങ്ങണമെന്നാണ് അറിയും. ഒരു സുവിശേഷകൻ എന്നതിന്റെയല്ല, ഭൂമിയിൽ ഏതൊരു തൊഴിലാളി ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലിയും കൂടുതൽ മനോവേദനയും കൂടുതൽ ടെൻഷനും കൂടുതൽ ഭയവും അനുഭവിച്ചിട്ടാണ് അവർ വീണ്ടും നിൽക്കുന്നത്. അവരുടെ വേലക്കിറങ്ങിയവരാരും അവരുടെ മക്കളും മടുക്കരുത്. ഈ മണ്ണിൽ അഭിമാനത്തോടെ പിടിക്കാവുന്ന ഒരു പുസ്തകമേ ഉള്ളൂ, അതും ബൈബിൾ. വാർത്തകളൊക്കെ പറഞ്ഞു. രണ്ടാമത് നമ്മൾ കേരളത്തെ സ്വാധീനിച്ച അതിമനോഹരമായ വാർത്തയാണ് ചാവറ ക്രിയാകരണത്തിനും യോഗപ്രയാസമേ. നമുക്കത് പുച്ഛാണ്, പക്ഷെ അതിന്റെ പോസിറ്റീവ് ആയിട്ട് കൂടെ പറയാം. ലോക ക്രൈസ്തവ ഭൂപടത്തിൽ ഇന്ത്യൻ ക്രൈസ്തവരുടെ അഭിമാനം ആകാശത്തോളം ഉയർന്ന വർഷമാണ് 2014. ഓക്കെ, ഉപദേശം അടുത്ത് പറയാം. എന്താണ് അതിനകത്തുള്ളതാണ് സംഭവം? ഒരു സഭ എന്നുള്ള വാക്ക് തിയോളജിക്കലി പറഞ്ഞ് ശരിയാക്കില്ലെങ്കിലും ഒരു സംഘടന ചിലരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ വിശുദ്ധരാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അത് എപ്പോഴാണ് കൊടുത്തത്? മരിച്ചു കഴിഞ്ഞാൽ കൊടുത്തു. നമ്മള് ഒരു സമൂഹത്തിൽ നമ്മൾ വിമർശിക്കുകയില്ല, പക്ഷെ സത്യം പറയും. അങ്ങനെ കൊടുക്കാൻ അറിയാറുണ്ട്. അതാത് സംഘടനയ്ക്ക് അവരുടെ സംഘടന നിയമപ്രകാരം എന്താ ചെയ്യാൻ പറ്റുന്നത്? അത് ദൈവം അംഗീകരിക്കണമെന്നല്ലേ പ്രോബ്ലമുള്ളൂ. ദൈവം അംഗീകരിക്കണം മാത്രമേ നിർബന്ധം. മതങ്ങളിൽ ചെയ്യുന്ന കാര്യം ദൈവം ഒന്നും അംഗീകരിക്കാനല്ല, ദൈവം ഉള്ളത് വിശ്വസിക്കുന്നത് കുറവാണ്. അപ്പൊ സംഘടനയ്ക്ക് അവരുടെ കാര്യം ചെയ്യാൻ അവകാശമുണ്ട്. എന്നാൽ നമ്മൾ അതുമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം എന്നറിയോ? ഇത്രയും വില കൂടിയ സാധനം നിനക്ക് ക്രിയേറ്റ് ചവക്കുഴി തുറന്ന് അസ്ഥിപരിശോധിച്ച് എന്തോരം തെളിവ് ചെയ്തിട്ട് വിശുദ്ധൻ എന്ന് കിട്ടിയത്. അതിനു മുമ്പ് ദൈവദാസനെ കിട്ടണം. നമുക്കിതൊക്കെ എന്നെ കിട്ടും. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇതെന്താ മരിച്ചു വേണ്ടി കൊടുക്കുന്നു? എനിക്ക് മനസ്സിലായി. ഇവൻ പിന്നെ വല്ല ബുദ്ധിമുട്ട് കാണിച്ചാൽ അതാ വളരെ ബുദ്ധിമുട്ടായിട്ട് ചെയ്തിരിക്കണം. മണ്ടന്മാരൊന്നുമല്ല. കഥ കൊടുക്കുന്നു, മറ്റേ കൊടുക്കാവുള്ളൂ. കാരണം ഇവർ പിന്നെ കുഴപ്പം കാണിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞ കൂടുതൽ. കാരണം ആൾക്കാരല്ലേ, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. എന്നെ ഈ കുരുത്തക്കാട് എല്ലാം അറിഞ്ഞിട്ടു 10-15 വയസ്സുള്ള എന്നെ വിശുദ്ധരാക്കിയിട്ട് ഞാൻ കുരുത്തക്കാട് കാണിക്കാനില്ല. ഓ, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ വീഴ്ചകളും നിന്റെ തോൽവികളും നിന്റെ പരാജയങ്ങളും നിന്റെ കയ്യിലിരിപ്പുകളും അറിഞ്ഞിട്ടു എന്നെ വിശുദ്ധനാക്കിയ ദൈവത്തെ നീ എങ്ങനെ സ്തുതിക്കണം? എങ്ങനെ സ്തുതിക്കണം? ശക്തിയോടെ കരങ്ങളടിച്ച ദൈവത്തെ മഹത്വമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അത് ഇപ്പോഴത്തെ പുതിയ ഉപദേശിക്കാൻ പറയുന്നത് എല്ലാ കുറ്റക്കാർ കാണിച്ചാലും കുഴപ്പമില്ലെന്നുള്ളതുകൊണ്ടാണോ ദൈവത്തിനാക്കിയത്? അല്ല, അവിടെയൊക്കെ വചനം ക്ലിയറായിട്ട് പറയാം. എന്നെ എന്റെ കർത്താവിന് അറിയാവുന്ന പോലെ എന്റെ അമ്മയ്ക്ക് അറിയാവോ? എന്റെ അപ്പനറിയാവോ? ഇല്ല. ഞാൻ ഇച്ചിരി കുരുത്തക്കേടൊക്കെ കാണിക്കും, പക്ഷെ ഞാൻ അനുഗമിക്കും. എന്നെ ശുദ്ധീകരിച്ചെടുത്തോളാം എന്റെ ദൈവത്തിന് ഉറപ്പുണ്ട്. എന്നെ ശുദ്ധീകരിച്ചെടുത്തോളാം എന്റെ ദൈവത്തിന് ഉറപ്പുണ്ട്. വെറുതെ ഒന്നും കർത്താവ് നിന്നെ എങ്ങനെ മുൻകണ്ട് വിളിച്ച് വേർതിരിക്കുവോ? ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാ, പക്ഷെ അത് ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്ന് മാത്രം. അപ്പോ എന്റെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും അനുദിനം പരിഹരിച്ച് എന്നെ അനുഗമിക്കാനുള്ള മുഖാന്തരം ഒരുക്കി തെറ്റ് തിരുത്തത്തക്ക നിലയിലേക്ക് എന്നെ ചിലപ്പോൾ മുറിവേൽപ്പിച്ചിട്ടെങ്കിലും എന്നെ ദൈവത്തിൽ കരയിപ്പിച്ചിട്ടുണ്ട്.
എനിക്ക് വേണ്ടി ഇന്ന് രാത്രി പക്ഷപാതം ചെയ്യുന്ന എന്റെ കർത്താവിനെ ഞാൻ എങ്ങനെ സ്തുതിക്കണം? എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ആമേൻ. അതെ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഒന്നും പോകരുത്. മുൻകാലങ്ങളെക്കാൾ സുവിശേഷ പ്രവർത്തകരും സുവിശേഷകരും വളർന്നു. അതിവേഗതയുള്ള അതിനൂതനമായ മീഡിയ ഇപ്പോൾ ഉണ്ട്. ഇന്റർനെറ്റിൽ കൂടെയും ഫേസ്ബുക്കിലും വാട്സപ്പിലുമായിട്ടും, എനിക്കറിയാൻ നേരത്തെ വേറെ കുറെ സാധനങ്ങളുണ്ട്, ഇതെല്ലാം ഉപയോഗിച്ച് കാര്യങ്ങൾ അതിവേഗം എല്ലായിടത്തും എത്തിക്കാൻ പറ്റും. ഒരു 40 വയസ്സിൽ താഴെയുള്ള ആളുകൾ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഇതിനകത്താണ് ചെലവഴിക്കുന്നത്. ചില പ്രായം കഴിഞ്ഞവർക്ക് ഇപ്പൊ അതേപോലെ അതിനകത്ത് കയറി വരാൻ ഇനിയും പറ്റുമെന്ന് തോന്നുന്നില്ല. പരിശ്രമിച്ചാൽ സാധിക്കുമായിരിക്കും. പോകട്ടെ. അപ്പൊ ഇതിനകത്തും എല്ലാം ആദ്യത്തെ ആളുകൾ വേദോസം പഠിക്കുന്നതും വാർത്തകൾ അറിയുന്നതും. എന്തിനേറെ ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ പോലും ഇതിലൂടെയാണ് വിജയം തട്ടിയെടുത്തത് അഥവാ വിജയം സാധിപ്പിച്ചത്. അതാണ് അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞങ്ങളൊക്കെ കുറെയൊക്കെ യാത്ര ചെയ്യുകയും ഒരുപാട് പേരെ കാണുമല്ലോ. അപ്പൊ എല്ലാവർക്കും കേൾക്കുന്ന ഒരു വാക്ക് പറയാം, കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ. എന്റെ പാത്രയെ ഏതാ വിശ്വസിക്കുക? മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? കൺഫ്യൂഷൻ ആണല്ലോ. വിശ്വാസങ്ങൾക്ക് രോഗം വരികയെന്ന് ചിലർ പറയുന്നു. രോഗശാന്തിയൊന്നും ഇപ്പൊ ഇല്ലെന്ന് ചിലർ പറയുന്നു. വിശ്വാസത്തിൽ വന്നാൽ പിന്നെ പാപമൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ചെയ്താലും കുഴപ്പമില്ല ചിലർ പറയുന്നു. ഉപവാസം വേണമെന്ന് ചിലർ പറയുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളിതെല്ലാം ചോദ്യം കേട്ടോ? ഇല്ല, ഇങ്ങനെ കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞു, കൺഫ്യൂഷൻ എവിടുന്നാ വരുന്നെന്നുള്ളത് അറിയാമോ? പിശാചിൽ നിന്നാണ്. ഏതൊക്കെ തോട്ടത്തിലാണോ ഈ സാധനം തുടങ്ങിയത്? ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുള്ള കൺഫ്യൂഷൻ. ഇതേ സാധനം ഉത്തരേക്ക് തോന്നാം. മത്തായി സുവിശേഷം 4 യേശുവിനോട്, നീ ദൈവപുത്രൻ എങ്കിൽ, നീ ദൈവപുത്രൻ എങ്കിൽ. യേശുവിന്റെ മറുപടി സിമ്പിളാ. അവിടെ മുഴുവൻ വായിച്ച് നമ്മൾ ചുറ്റിക്കിറങ്ങണ്ട. യേശുവിന്റെ മറുപടി, ഞാൻ ദൈവപുത്രനാണോ നിനക്കല്ലേ തന്നത്? എനിക്ക് തന്നില്ലല്ലോ. അതാ കേട്ടോ പറയുന്നത്. ശരിയാ, ഞാൻ ദൈവപുത്രനാണോ നിനക്കല്ലേ സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. അതാ യേശു പറഞ്ഞത്. ശരിയാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുക. നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമാക്കണം. അതെന്തിനാ? നീ ഇങ്ങനെ പടറിയിരിക്കണ്ട. ഇപ്പൊ ദൈവപുത്രനാണെ പടറിയില്ല, ദൈവപുത്രനാണെ രോഗമില്ല, ദൈവപുത്രനാണെ വിഷമമില്ല, ദൈവപുത്രനാണെ ടെൻഷൻ ഇല്ല. ഇതെല്ലാം തെറ്റിച്ചാൽ നീ ഉദ്ദേശിക്കുന്നേ. എന്നാൽ ടെൻഷനും ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ദൈവപുത്രനെന്നല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവശബ്ദം കേൾക്കുമ്പോഴാണ് ഞാൻ ദൈവപുത്രനാണെന്ന് അറിയുന്നത്. ദൈവത്തിന്റെ വായ്പൂർ തരുന്ന സ്ഥലം വചനം കൊണ്ട് ജീവിക്കുന്നു. അവന്റെ ശബ്ദം ഞാൻ ഇന്ന് കേട്ടതാണ്. എനിക്ക് എന്റെ പിതാവിനെ അറിയാം, എന്റെ പിതാവിന് എന്നെ അറിയാം. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നീ ശ്രമിക്കണ്ട. പിതാവിന്റെ അടുത്തിടയ്ക്ക് കേൾക്കണം. എന്നാ നീ ഇതിന് മുകളിൽ താഴെ ചാടിക്കണം. ദൂതന്മാർ കൈകളിൽ കാണിക്കുന്നത് വാക്കുണ്ട്. ആ വാക്യമൊക്കെ പുള്ളി പറഞ്ഞത് ശരിയെന്ന് നമുക്ക് തോന്നും. പക്ഷെ പുള്ളി പറഞ്ഞതല്ല ശരി. ചെറിയ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസം എന്നാ അറിയോ? ചാടിയ താങ്ങാവുന്ന ബൈബിളിൽ വീണ താങ്ങാവുന്ന ചെറിയ മാറ്റം നമുക്ക് വീണ്ടത്തില്ല. ഇതിന് വേദോസ് അറിയാൻ നമുക്ക് തോന്നും. വേദോസ് തന്നെയാണ് പറയുന്നത്. ഒരു ചെറിയ ഗ്രാമം മാറ്റിട്ടുണ്ട്. ചാടിക്ക താങ്ങാവുന്ന ബൈബിളിലില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം കൈകളിൽ താങ്ങും. ചാടിയ താങ്ങുന്നില്ല. അതുകൊണ്ട് കുളിച്ചു കൊടുക്കാറാണ്. പിന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകും, വീണെങ്കിൽ നമ്മളെ കുളിച്ചു കണ്ടോ. ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് സാധാരണ ബന്ധമാണ്. ഇതിന് മുമ്പിൽ ആരും വീഴരുത്. ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വീഴരുത്. കൺഫ്യൂഷൻ പിശാചെ കൊണ്ടിരുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം പറയാൻ സാധിച്ചില്ലെങ്കിലും എന്റെ ഹൃദയത്തിൽ ദൈവം ഈ ദിവസങ്ങളിൽ തന്ന ചിന്ത ഞാൻ നിങ്ങളോട് പങ്കിടാം. ചില വലിയൊരു കാര്യം, വലിയൊരു സന്ദേശത്തിൽ അത് കിടക്കുന്നത് നമുക്കൊന്ന് എടുക്കാം. ലൂക്കോസ് 14:25 മുതൽ
35 വരെ ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. മൈക്കുള്ള ആരെങ്കിലും വായിക്കാമോ? ഏറിയ പുരുഷാരം അവനോട് പോകുമ്പോൾ അവൻ തിരിഞ്ഞവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തന്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനപ്പെട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവൻ എല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റു രാജാവിനോട് പണയേൽപ്പാൻ പുറപ്പെടുന്നുണ്ട് ഇരുന്ന് 20,000 വരുന്നവരോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികയും മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. മതി. ഞാൻ ഈ വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എല്ലാവർക്കും കൊച്ചുകുഞ്ഞുങ്ങൾ പോലെ മനസ്സിലാവുന്ന പോലെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് നിർത്തി പറയാം. ദിവസം കൊണ്ടുവന്നിട്ടുള്ളവരെ കഴിയുമെങ്കിൽ പുസ്തകത്തോട്ടൊന്ന് നോക്കിക്കോ. പുതിയ കാര്യമൊന്നുമല്ല, പഴയ കാര്യമാണ്. ഞാൻ വായിക്കാം. ഏറിയ പുരുഷാരം എന്ന് പറഞ്ഞാൽ എത്ര കാണാം? ഒരു പേജ് പുറകോട്ട് മറിച്ചാൽ അതിൻ്റെ നമ്പറിൽ ലൂക്കോസ് 12:1 അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കണം 1000 ഇങ്ങിക്കൂടി മതി. എത്ര വായിക്കുന്നു? 1000 ഗുണം 1000. അപ്പൊ 10,000 ആളുകൾ കർത്താവിന്റെ പുറകെ കൂടി. ഓക്കെ, 26. അങ്ങനെ ആള് കൂടിയപ്പോ കർത്താവ് തിരിഞ്ഞു എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും വകയ്ക്കാതെ അഥവാ വെറുക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ചോദ്യം, സത്യസന്ധമായി ഈ വാക്യത്തെ നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാണെന്നറിയോ? ഈ വാക്യമൊക്കെ നമ്മൾ പൊതുവെ ആദ്യം വായിക്കാതെ വിടുന്നു. ഇത് സന്തോഷിപ്പിച്ച വാക്യം എന്നാരും പറഞ്ഞു കേട്ടുള്ളൂ? ഇല്ല. ഇത് സന്തോഷിപ്പിക്കാൻ വളരെ സാധ്യതയാണ്. ഇതിനെക്കുറിച്ച് ചിലർ പറയുന്നത് നമ്മളോടല്ല പറഞ്ഞിരിക്കുന്നു. എന്താ ഇതിന്റെ ശരിയായ ഇവിടെയല്ലേ ക്രിസ്ത്യാനിറ്റിയുടെ താക്കോൽ? അപ്പൊ ഒരു ചോദ്യം, ഇങ്ങനെ പറഞ്ഞാൽ ഈ ഏറിയ പുരുഷാരം വരുമോ? വരികയാണ്. ഇത് പറഞ്ഞതെപ്പോഴാണ്? ആൾ വന്നപ്പോൾ. കർത്താവിന്റെ തനി നിറം ഒറിജിനൽ ഉപദേശം പറഞ്ഞത് ആള് കൂടിയുണ്ട്. ആള് കൂടുതലും വരാൻ വന്നത് തൊട്ട് പുറകിലത്തെ ഭാഗം വായിക്കാൻ പറയും. തൊട്ട് പുറകിലത്തെ പാസേജ് ദൂരോട്ടൊക്കെ പോയാൽ പഠിക്കാൻ പറ്റിയ പാടില്ല. 14 15 മുതൽ 24 വരെ. അതുകൊണ്ട് ഞങ്ങളുടെ ബൈബിളിൽ കൂടെ പോകണമെന്ന് പറഞ്ഞത് 14 മുതൽ 15 മുതൽ 24 വരെ വായിച്ചാൽ ഒരു മനുഷ്യൻ ഒരു മുത്താഴം ഒരുക്കുന്നു, ഒരു അത്താഴം ഒരുക്കുന്നു, എല്ലാവരും ക്ഷണിക്കുന്നു. മുൻകൂട്ടി ക്ഷണിച്ചു, സമയമായപ്പോൾ ആളെ വിട്ടു, ആരും വന്നില്ല. ഉടനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ ദാസന്മാരോട് പറഞ്ഞു, വിളിച്ചവരും വന്നില്ലെങ്കിൽ വരുന്നവരെ വിളിക്കണോ? അപ്പൊ അവര് പറഞ്ഞു, മനസ്സിലായില്ലേ? നിങ്ങൾ ഉള്ള വണ്ടിയായിട്ട് റോഡിലോട്ട് ഇറങ്ങുക, കാണുന്നവരെല്ലാം നോക്കിക്കോ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വാക്യം 22, 21. നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ഹൈവേസ് ആൻഡ് ബൈവേസ്
ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂടി പറയും. എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നോക്കണ്ട, യൂണിഫോം നോക്കണ്ട, എഡ്യൂക്കേഷൻ നോക്കണ്ട, സാമ്പത്തികം നോക്കണ്ട, നിറം നോക്കണ്ട, പൊക്കം നോക്കണ്ട, വണ്ണം നോക്കണ്ട, മനുഷ്യനായാൽ മതി മുഴുവൻ. അപ്പൊ ഈ ദാസന്മാർ ചോദിക്കും, പുരടെ നിങ്ങൾക്ക് കാണണമല്ലോ, നിങ്ങൾ ചോദിച്ചാൽ നീ പോലെ മുടന്തരം എടുത്തോണ്ട് പോയി. വികലാംഗം എങ്ങനെ ചോദിച്ചു? മനുഷ്യനല്ലേ വരേണ്ടത്. അപ്പൊ VIPസിനെ വിളിച്ചിട്ട് വന്നില്ല, അതുകൊണ്ട് അവഗണിക്കപ്പെട്ടവരെ വിളിച്ചാൽ വരും. അപ്പൊ വിളിച്ചോര് വന്നില്ലെങ്കിൽ വരുന്നവരെ വിളിക്കുക. ഇവര് പോയി ഒരു ട്രിപ്പ് അടിച്ച് കുറെ പേരെ കണ്ടി, എന്നിട്ട് പറഞ്ഞു ഇനി സ്ഥലമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ ഉടമസ്ഥൻ പറയുകയാണ്, ഇനി സ്ഥലമുണ്ടല്ലേ, ഒരു കാര്യം ചെയ്തോളൂ, പെരുവഴി കഴിഞ്ഞു വേലികൾ കരികെ പോവുക എന്ന് പറഞ്ഞാൽ റോഡിലും പോണം, ഓടയിലും പോണം. പോയിട്ട് എന്റെ വീട് നിറയുന്നവരെ അടകൂടാ, എനിക്ക് എന്റെ വീട് നിറയും. ഇതാര് പറഞ്ഞു? നിശ്ചയാതമ്പരം പറഞ്ഞു. അപ്പൊ വണ്ടി വിട്ട് യോഗ്യത നോക്കാതെ ചുവന്നു കൊണ്ടുവന്ന വിരുന്ന് കൊടുക്കുന്ന മാർഗമാണ് സുവിശേഷം. അങ്ങനെയല്ലേ നമ്മളൊക്കെ പറഞ്ഞത്? തന്നെ വന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? തമ്പുരാനെ ചുമന്നല്ലേ ഇതിനകത്ത് കൊണ്ടുവന്നു ഇല്ലേ? എന്റെ ദാസന്മാരെ വിട്ട് നീ വരാൻ മനസ്സിലാഞ്ഞിട്ട് നിന്നെ വശീകരിച്ച്, ഞാൻ നാടൻ ഭാഷ പറഞ്ഞ കെട്ടി വലിച്ച് നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നല്ലേ? ഞാൻ തന്നെ എന്റെ അന്വേഷണത്തിൽ വന്നാന്ന് എത്ര പേര് പറയും? ഞാൻ താല്പര്യപ്പെട്ടതല്ല, ദൈവം എന്നെ നിർബന്ധിച്ച് വശീകരിച്ച് ഈ കൃപയിലേക്ക്, ഈ വിരുന്നിലേക്ക്, ഈ സഭയിലേക്ക്, ഈ ആരാധനയിലേക്ക്, ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് തിരിച്ചറിവുള്ളവർ കയ്യൊന്നു ഉയർത്തിയാണ്. നല്ലൊരു സംഗതിയെ പറഞ്ഞാണ്. ഇങ്ങനെ പറഞ്ഞാൽ ആൾ ഉണ്ടാവിക്കോ? അപ്പൊ ലൂക്കോസ് 14 15 മുതൽ 24 വരെയുള്ള കാര്യം കേട്ടാൽ ആൾ കൂടും. ഓക്കെ, ഇനി 15 നോക്കിയേ, വായിക്കണം, നോക്കിയാൽ മതി. ഒരു പഠനം ആവശ്യമുള്ള കാലഘട്ടമായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. 15 മുതൽ വായിക്കുമ്പോ കൂട്ടം വിട്ടുപോയ ഒരാൾ അത് ഫോട്ടോന്ന് വെക്കാതെ ഇടയെ പുറകെ ചെന്ന് കണ്ടുപിടിച്ച് പൊക്കിയെടുത്ത് തോളലിട്ട് മുറിവ് കെട്ടി വഴക്ക് പറയാതെ താലോലിച്ച് വീട്ടിൽ കൊണ്ടുവന്ന നാട്ടുകാരെ കൂട്ടുകാരെ വിളിച്ച് സംഭവിക്കുക. ഇങ്ങനെയാണ് ആരാ വരികയില്ല. ഇങ്ങനെയാണ് ആള് കുറയത്തില്ല, ആള് കൂടും. അപ്പൊ യേശുവിന് ഇങ്ങനെ 2 തരം ടീച്ചിങ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിന് ശരിയായ മീനിങ് എന്നാ വാർത്ത? മീനിങ് പറഞ്ഞുതരാം. ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടവരാണ്. എന്താ ഇതിന്റെ അർത്ഥം? ശ്രദ്ധിച്ചു കേട്ടോളൂ. വരാൻ വ്യവസ്ഥയില്ല, വന്നവർക്ക് വ്യവസ്ഥയുണ്ട്. ഈ സ്വർഗരാജ്യത്തിന്റെ വാതിൽ ചെറുതാണ്, പക്ഷെ സ്വർഗം ചെറുതല്ല. ഈ ചെറിയ കൂടിയിട്ട് സ്വർഗം ചെറുതാണ്. വളരെ കുറച്ച് പേർക്ക്, നമുക്ക് ഈ കുറച്ച് പേർക്ക് തോന്നുന്നതാണല്ലോ ഇഷ്ടം. ബസ്സയിലാണ് എനിക്ക് കൂടുതൽ ആളുകൾ നമുക്ക് ഇഷ്ടമല്ല. ശരിയല്ലേ? ആ 3-4 സീറ്റ് മാറി മാറി ഇരിക്കാൻ സുഖം കിട്ടില്ലേ? ആരും കയറാതിരിക്കാതെ. പക്ഷെ കമ്പനിക്ക് നഷ്ടമല്ലേ? അത് കമ്പ്യൂട്ടർ തൂങ്ങി ആളെ വിൽക്കുമ്പോൾ ഡ്രൈവർക്ക് തന്നെ സമ്മതം നമുക്ക് പലപ്പോഴും നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഈ സഭാപോലെ തന്നെ നോക്കിയേ, ബാഗ് വെക്കാനൊരു സ്ഥലം, കാല് ഇടയ്ക്കൊന്ന് നീട്ടാനൊരു സ്ഥലം, കൈ പുറകോട്ട് കുത്താനൊരു സ്ഥലം. ആത്മാക്കൾ വരരുത്. ഇത് പ്രാർത്ഥനയിലെ അർത്താവ് ആത്മാക്കളെ ചുമ്മാ പറയുന്നില്ലേ? ആളുകൾ പെട്ടെന്ന് സഭയിലൊന്ന് വന്നാൽ നമ്മുടെ സ്ഥിരം ഇരിക്കുന്ന സ്ഥലം പോകില്ലേ? ഇല്ലേ? നമ്മൾ ചിലപ്പോൾ 5 മിനിറ്റ് വൈകി വരും. അവരെ പുതിയ ആളുകൾ ഇയാളെ ഇതിലോ അവിടെ കയറി. അതുകൊണ്ട് വരാത്തതിനായിട്ട് നന്ദി. സ്വർഗം ചെറുതല്ല. അതിന് വാക്കുകളുടെ വാസ്തവ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസ്തവങ്ങളുണ്ട്. വാതിൽ ചെറുത, വാതിൽ ചെറുതെന്ന് പറഞ്ഞാൽ അർത്ഥം വാസ്തവ അർത്ഥം വിശദീകരിച്ചു തരാം. ആ വാതിൽ കൊച്ചിനെടുത്ത് കയറാൻ പറ്റില്ല. ഇപ്പൊ ഈ ബാക്ക് ടോപ്പ് അങ്ങനെയല്ലേ പിള്ളേരെ പേര് പുറകിൽ ബാഗ്, ആ കണ്ടാലും ടൈപ്പ് ബാഗ് ആയിപ്പോ
രണ്ട് കൈ ഫ്രീ എന്താണെന്ന് വെച്ചാൽ എവിടെ ചാടി കയറണം, താഴെ പുറത്ത് കിടക്കും. അപ്പൊ ഇത് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഗത്തോട് കയറാൻ പറ്റില്ല, കാരണം ടൈറ്റ്. എന്താ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം? ഓരോരുത്തരും വ്യക്തിപരമായി യേശുവിനെ അനുഭവിക്കാതെ ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഈ എയർപോർട്ടിൽ അറിയാം, ഭാര്യ ഭർത്താവാണെങ്കിലും ശരി, അളിയനും ആണെങ്കിലും ശരി, വന്ന് ഒറ്റയാൾ കിടക്കുന്ന ഒരു ഡോറുണ്ട്. അവർ ആ സ്കാനിങ്ങില് ഭാര്യ കേട്ടാൽ കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല, അളിയനെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല, ഇന്റിമേറ്റ് ഉള്ളതിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല, ഒറ്റയ്ക്ക്. ഇത് തന്നെ സ്വന്തരാജ്യം മാതിരി ഉള്ളതാണ്. ഓരോരുത്തർക്കും യേശുവുമായി ബന്ധം വേണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ബഹുമാന്യനായ രാഹുൽ ഗാന്ധിയുമായി പേഴ്സണൽ റിലേഷൻ വേണോ നിർബന്ധമില്ല. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറുമായി ഒരു ബന്ധം വേണോ നിർബന്ധമില്ല. എന്നാൽ ദൈവസഭയിൽ അംഗമാകുന്ന ഒരാൾക്ക് യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം നിർബന്ധം. യേശുവുമായി വ്യക്തിപരമായി ബന്ധമില്ലാത്ത ഒറ്റയാൾക്കും ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. അതാ വാദം ചെറുത് എന്നതിന്റെ അർത്ഥം. കൂട്ടത്തോടെ കയറാവുന്ന, ആൾക്കൂട്ടത്തിൽ ഇടിച്ചു കയറാവുന്ന ഡോറല്ല ദൈവസഭയുടെ ദൈവരാജ്യത്തിന്റെ വാതിൽ. പക്ഷേ അകത്ത് സ്ഥലം ഇഷ്ടം പോലെയാ. അതുകൊണ്ട് ആളെ കുറയ്ക്കുന്നത് വിശുദ്ധിയുടെ രീതിയല്ല. ചിലർ പറയും ഞങ്ങൾ ക്വാണ്ടിറ്റിയിൽ വിശ്വസിക്കുന്നില്ല, ക്വാളിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. ഈ കസേര മാത്രമേ ഉള്ളെങ്കിൽ ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ മുഴുവൻ കസേര കാര്യം കിടക്കാൻ അതിൽ നിന്ന് ക്വാളിറ്റി എടുക്കാൻ പറ്റും. ക്വാണ്ടിറ്റി വരണ്ട, അതിൽ നിന്ന് ക്വാളിറ്റി എടുക്കാം. പറയുന്നത് എന്താ, സ്ഥാപിക്കുന്നത് എന്താ? ഇന്ന് രാവിലെ അവിടുത്തെ ക്ലാസ്സിൽ കേട്ടു. പറയുന്നത് എന്താ, സ്ഥാപിക്കുന്നതെന്ന് പറയുന്നത് പോലെ അറിയില്ല വരുന്നത്. മുഴുവനെയും വിളിക്കുന്ന മാർഗമാണിത്. പാപികളെയും രോഗികളെയും കടഭാരമുള്ളവരെയും നിരാശരെയും കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ടവരെയും കഴുകുമരത്തിൽ തൂക്കിയവരെയും വിളിച്ചു കയറ്റുന്ന മാർഗമാണ് ദൈവസഭ. അതടയ്ക്കാൻ ആർക്കും അവകാശമില്ല. അതാരെങ്കിലും അടച്ചാൽ അവനെ ദൈവം അടയ്ക്കും. സമുദായങ്ങൾ അവരുടെ വാതിൽ തകർന്നവർക്കെതിരെ അടച്ചപ്പോൾ ദൈവം നമ്മളെ വിളിച്ച് പുറത്തിറക്കി. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരികയെന്ന് പറയുന്ന യേശു ഇന്ന് രാത്രി വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ വരുന്നവർക്ക് ആദ്യം ആവശ്യം സ്വർഗ്ഗമല്ല, ആദ്യം ആവശ്യം രോഗശാന്തിയാണ്, ആദ്യം ആവശ്യം വിടുതലാണ്. അപ്പൊ വിടുതലെന്ന വാക്കൊന്നും അത്ര ഇച്ഛിച്ചൊന്നുമല്ല. എത്രയോ പ്രാവശ്യം ദൈവത്തിലേക്ക് വിടുതൽ തന്നതുകൊണ്ടാ ഇന്ന് രാത്രി നീ ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിടുതലിൽ വിശ്വസിക്കുന്നു, ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു, ഞാൻ അന്യഭാഷയിൽ വിശ്വസിക്കുന്നു, ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ദർശനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ വെളിപ്പാടിൽ വിശ്വസിക്കുന്നു. അർദ്ധരാത്രിയിൽ വിളിച്ചാൽ സ്വർഗ്ഗം തുറന്നിറങ്ങുമെന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്ന സഭയാണിത്. ഞങ്ങളുടെ ഇവിടെ നടന്ന ഒരു ഫാസ്റ്റിംഗ് പ്രേയറിൽ 2-3 ആഴ്ചത്തെ ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുക. ഞങ്ങളുടെ സഭയിൽ പെടാത്ത ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിലെ ഒരു ഡീസന്റ് ഫാമിലി, പ്രായമുണ്ട്, ഒരു 50-60 വയസ്സ് പ്രായമാണ്. അവർ ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വന്നു. പ്രാർത്ഥിക്കുന്ന ദൈവദാസനത്തിന്റെ അടുത്ത് വന്ന് തലേ കയറിട്ട് ചോദിക്കുക, മോന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ വന്നത്? ഞാൻ അടുത്തത് കേൾക്കുക ഈ ഒരു കാര്യത്തിലും തുടങ്ങി. കാരണം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ വിചാരിച്ചത്. പരിശുദ്ധാത്മാവ് ആ മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പാട് കൊടുത്തു. ഇവരുടെ മകന് മക്കളില്ല, അതിനാണ് അവർ വന്നത്. അടുത്ത ഭാഗം ദൈവദാസൻ പറയാം, അടുത്ത വർഷം നിങ്ങളുടെ മകൻ കുഞ്ഞിനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. നമ്മള് ഈ അങ്ങനെ വിശ്വസിക്കുന്ന ടൈപ്പല്ലല്ലോ. ഇതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും മനസ്സിൽ ചിന്തിച്ചു കേട്ടോ. എന്നാൽ അവരോട് ദൈവം തരണമാണ്. അടുത്ത കൊല്ലവരെ കൊച്ചിനെ വേണ്ടി പള്ളിയിൽ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. മനുഷ്യന്റെ അകത്തിരിക്കുന്ന പ്രശ്നങ്ങളെ വിവേചിച്ച് വിടുതൽ കൊടുക്കുന്ന ദൈവശക്തി
അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്, പാസ്റ്റർമാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്, പ്രവാചകന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളെ കെട്ടഴിച്ച് വിടുതൽ നൽകി അവരെ ദൈവരാജ്യത്തിലേക്ക് കയറ്റാൻ എനിക്ക് നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യം തിരികെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ആള് കൂടുന്നുണ്ടായിരുന്നു. ആള് കൂടുന്നതിന് കർത്താവ് എതിരല്ലായിരുന്നു. അങ്ങനെ ആള് കൂടിയപ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു കാര്യമുണ്ട്, വരാൻ വ്യവസ്ഥയില്ല, പക്ഷെ നിൽക്കണ വ്യവസ്ഥയുണ്ട്. അതെന്തോ, എന്റെ ശിഷ്യനാണെങ്കിൽ ത്യജിക്കണം. എന്താ ത്യജിക്കണം? ആദ്യം അപ്പൻ, പിന്നെ അമ്മ, പിന്നെ ഭാര്യ, പിന്നെ മക്കൾ എന്ന് പറഞ്ഞ കർത്താവ് ഒന്ന് ചെറുതെ പറയാം, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വിടണം. എന്റെ കർത്താവ്, ഞങ്ങൾ ക്രൂസൈഡിൽ കേട്ടത് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഉള്ള ഭാര്യ കുറെ കൂടെ പിടിക്കാവും, ഇപ്പോൾ ഉള്ള മക്കൾ കുറെ കൂടെ കാശുള്ളവരാവും, ഇപ്പോൾ ഉള്ള പഴയ കാർ മാറ്റിയിട്ട് പുതിയ കാർ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുക ഇതെല്ലാം വിടണോ? ഇതെന്നാ കർത്താവ് ഇങ്ങനെ ചുറ്റും പറഞ്ഞു പറയുന്നത്? മക്കളെ ശ്രദ്ധിച്ച് കേൾക്കാൻ, ഇതൊന്നും വിടാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അയ്യോ, പിന്നെ എന്നാ പറഞ്ഞത്? പ്രയോറിറ്റി മാറ്റാനല്ലേ ഞാൻ പറഞ്ഞു. ഹലോ, ഒന്ന് പറയാമോ? പ്രയോറിറ്റി, മുൻഗണന എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് ഒന്നാമതിരിക്കുന്നത് എന്തോ അവിടെ ഒന്ന് പിടിച്ചിറക്കണം. എന്നിട്ട് അതിനെ താഴോട്ട് ഒന്നാമത് യേശുവിരിക്കണം. അപ്പൊ ഒന്നാമതിരുന്നത് രണ്ടാമതാവും. ഒരു കൊച്ചു പള്ളി പോകാൻ വേണ്ടി ഉടുപ്പിടുക, അപ്പത്തിന് അപ്പഴേന്ന് ഭർത്താവായിരിക്കും. ചെറുക്കന്റെ വിശുദ്ധി കാണാനായിട്ട് അപ്പൻ നോക്കിയിരിക്കുക, ചെറിയ കൊച്ചല്ലേ. ഇട്ടിട്ട് വന്നപ്പോ ഒരു ബട്ടൺസ് അധികവും. അവൻ വലിയ മറ്റേ തുമ്പ പിടിച്ചു. അപ്പച്ചൻ പറഞ്ഞേടാ, എന്നാ നീ കാണിക്കുന്നത്? ഉടുപ്പ് ശരിയല്ലോ. എടാ, ഉടുപ്പ് ശരിയല്ല, നല്ല നീ ഇട്ടേന്റെ കുഴപ്പം. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഇത് ഈ ഉടുപ്പ് ശരിയല്ല. പിള്ളേർ പറഞ്ഞാൽ കേൾക്കുക. കുറെ നേരം കഴിഞ്ഞ അപ്പച്ചൻ ഞാൻ പറഞ്ഞു, നീ ഒന്ന് കേൾക്കാവോ? ആ പറ. മുഴുവൻ ബട്ടൺ ചോദിക്കുക. ആദ്യം ഞാൻ മുഴുവൻ വർണ്ണാന്റെ തെറ്റിയിട്ടുള്ളൂ. ഇതാ എല്ലാവരുടെയും പ്രശ്നം. ഈ തെറ്റിക്കിടക്കൊന്നും നോക്കിയ വീട്ടിൽ കിട്ടും വിഷയം തിരികെയല്ല, ഇത് തുടക്കത്തിലെ തെറ്റിക്കിടക്കുക. ബട്ടണിൽ മൊത്തം അഴിക്കാതെ ഒന്നും ശരിയാവോ എനിക്ക് തോന്നുന്നു. കേൾക്കാൻ ശരിയുള്ളതൊക്കെയാണ്. ഒരു ബട്ടൺ കഴിച്ചുള്ള പണിയാണ് നമ്മളിരിക്കുന്നത്. മൊത്തം അഴിക്കാവോ? ആമേൻ. ചെറുക്കൻ മനസ്സില്ലാതെ വരുന്നതോടെ മുഴുവൻ കഴിച്ചു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എടാ, ഒന്നാമത്തെ ബട്ടൺ കണ്ടുപിടിച്ചേ കാണിച്ചു. ഒന്നാമത്തെ ബട്ടൺ കൊണ്ട് കണ്ടുപിടിച്ചേ. അത് രണ്ടും കൂടെ ക്ലിക്ക് ചെയ്തേ കിട്ടും. ഇനി നീ ഇഷ്ടം കണ്ണടച്ചു തെറ്റി തന്നു. ശരിയാ കേട്ടോ. അവന്റെ വിചാരം താഴെ വരുന്ന താഴെ വന്നപ്പോ ഒരു ബട്ടൺ പറഞ്ഞില്ല. ഈ ഒന്നാമത് വരേണ്ടത് ഒന്നാമത് വരണം. അപ്പൊ ഞാൻ 2 ഉപദേശിമാർ എന്നോട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പോയിട്ട് വരുമ്പോ ഞാൻ ഈ ഉപമ പറഞ്ഞു. എന്റെ കൂടെ ഇരുന്ന ഭാഷനോട് പറയും, എന്റെ ഭാഷയെ ഇപ്പൊ ഒരു ബട്ടൺ നല്ല ബാക്കി, 2-3 ബട്ടൺ ബാക്കി. ഞാനിവിടെ ഇരിപ്പുണ്ട്, അത് പറയല്ല. എന്തോ അപ്പനെ അമ്മയെ ഉപേക്ഷിക്കാൻ പറയാം. വേദപുസ്തകം നമ്മളൊന്ന് സമാധാനമായിട്ട് പഠിക്കണം. അപ്പനെ അമ്മയെ ഉപേക്ഷിക്കാൻ പറയുകയില്ല. കാരണം നിനക്ക് ദീർഘായുസും നന്മയുണ്ടാണ് അപ്പനെ അമ്മയെ ബഹുമാനിക്കാനാണ് ബൈബിൾ പറയുന്നത്. ഭാര്യ സ്വന്തം ശരീരത്തിൽ പോയി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാര്യ ഉപേക്ഷിക്കാൻ പറയുമോ? അപ്പൊ പിന്നെ ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. എന്നേക്കാൾ അധികം അവിടെ അടിവരക്കണം. സ്വതന്ത്രം. ഞാൻ എന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ എന്റെ സ്ഥലം ഏതാണെന്ന് പറയണം. ജീസസ്. ഇന്ന് രാത്രി അകത്തൊരു മാറ്റം നടക്കണം. യേശു 3-ാം സ്ഥാനത്തിരിക്കാൻ വരികയില്ല, 4-ാം സ്ഥാനത്തിരിക്കാൻ വരികയില്ല. അവന്റെ സ്ഥലം ഒന്ന് ചൂണ്ടിക്കാണിച്ചേ. ഇന്ന് രാത്രിയിൽ നീ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചിലത് വലിച്ചിറക്കിയിട്ട് കർത്താവിന് വിട്ടുകൊട. എന്നാൽ ജീവിതം മൊത്തം അവൻ പഠിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ കഠിന കഷ്ടത്തിലൂടെ നിങ്ങൾ പോകേണ്ടി വരും.
ജീവിതത്തിൽ വേദനകളുടെ നടുവിലെ നമ്മൾ അഴിച്ചു പണിയാൻ തയ്യാറാകത്തുള്ളൂ. പ്രയോറിറ്റി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി പറയാനുള്ളത് ഈ പറഞ്ഞ വിഷയത്തിന്, അതായത് ശിഷ്യത്വത്തിന് രണ്ട് ഉപമ. ഒന്ന് ഗോപുരം പണി, രണ്ട് യുദ്ധം. അതാണ് ഞാൻ പറഞ്ഞ യുദ്ധം എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഞാൻ ഇനി അതോട് പോകുന്നില്ല. ഗോപുരപ്പണിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. 5 ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്, കർത്താവ് വന്നത്. ഞാൻ നിങ്ങളോട് പറയാം. ഗോപുരം പണി, വീട് പണി. ഗോപുരം എന്ന് പറഞ്ഞാൽ വീട് പണി പോലെ തന്നെയാണ്. 3 സാമ്യവും 5 വ്യത്യാസവും പറയാം. ഒന്നാമത്തെ സാമ്യം, ഒരേ മെറ്റീരിയൽസ് കൊണ്ടാണ് ഗോപുരവും വീടും പണിയുന്നത്. 2, ഒരേ മേസ്ത്രിമാരാണ് ഇത് രണ്ടും പണിയുന്നത്. 3, ഒരേ ടൂൾസ് ആണ് 3 ഉപയോഗിക്കുന്നത്. ഓക്കെ, കല്ല്, സിമെന്റ്, കമ്പി, എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് ഇവരൊക്കെ പണിയുന്നത്. സാമ്യം. ഇനി വ്യത്യാസമില്ല. വ്യത്യാസം നമുക്കറിയാം. വീട് അഥവാ കെട്ടിടം ഒരുപാട് ഗോപുരം ഒരുപാടില്ല. വല്ലപ്പോഴും ഇടയ്ക്ക് പറഞ്ഞ ഒക്കത്തിലാവും. വ്യത്യാസം എന്തൊക്കെയാണെന്ന് ഞാൻ ആത്മീയ അർത്ഥം പറയാറ്. 1, ഗോപുരം വീടിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. ഒരു 10,000 വീടിനിടയ്ക്ക് ഒരു ഗോപുരം വരത്തുള്ളൂ. എന്തിനാ ഗോപുരം? ഗോപുരം വളരെ ഉയർത്തി പണിതിട്ട് അവിടേക്ക് ശത്രുക്കളുടെ വരവ് നോക്കി അറിയിക്കേണ്ടിടത്ത് അറിയിച്ചു കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥൻ അതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരുപാടൊന്നും കാണത്തില്ല, ഇടയ്ക്ക് ഉടനെ നടക്കും. എന്താ മെസ്സേജ് ഇതാണ്. ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്രിസ്തീയ ജീവിതം പണിയുന്ന കുറച്ചു പേരേ ഉള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ വീട് പണിയാണ്. കുറച്ചു നേരം ധ്യാനിച്ചാൽ മനസ്സിലായിപ്പോ. 2, ഈ വീട് പണിയെ അപേക്ഷിച്ച് ചെലവ് കൂടുതലാണ് ഗോപുരം പണി. ആത്മീയം, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം കോസ്റ്റ്ലിയാണ്. കേൾക്കുന്നുണ്ടോ? ഇത് ലാഭം കൊയ്യുന്ന മാർഗമല്ല, ഇത് ചെലവ്. ഏറ്റവും ഒടുവിൽ സ്വന്തം ജീവനം ഇതിനു വേണ്ടി കൊടുക്കുന്ന മാർഗമായി. വീടും പണിയെ അപേക്ഷിച്ച് ചെലവ് കൂടുതലാണ് ഗോപുരം പണി. 3, വീടിനേക്കാൾ എപ്പോഴും മോഹരിപ്പിക്കണം ഗോപുരം. പ്രിയപ്പെട്ടവരെ, ഈ ലോകക്കാരേക്കാൾ ഉയരത്തിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ നീ ഒരു വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് എന്നാക്കാം. ഒരു 50 പൈസയ്ക്കും വേണ്ടിയൊക്കെ വഴക്ക് കൂടുക. അവിടെ നമ്മൾ ഉയരത്തിൽ ചിന്തിക്കണം. ബസ്സിൽ ഇറങ്ങാൻ നേരത്തെ കണ്ടക്ടറായിട്ട് വഴക്കാം. 50 പൈസ ബാക്കിയിട്ടാണ്. ഇപ്പൊ കണ്ടക്ടർ പറഞ്ഞ് താഴത്ത് ഇറങ്ങി എനിക്ക് ജയിച്ചു. ഇല്ല, ഞാനൊരു കാലത്തെ വെച്ചോണ്ട് നിൽക്കും, കാശ് തരാം. നിന്ന് വണ്ടി ഇച്ചിരി മുമ്പോട്ട് എടുത്തു, അമ്മച്ച് വീണു, കാലൊടിഞ്ഞു, ആശുപത്രി ചെന്നു, 50,000 രൂപയായി. 50 പൈസയ്ക്ക് വേണ്ടി ഈ മനുഷ്യരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അതിൽ നിന്നും മാറണ്ടേ? ഓട്ടത്തിൽ ആരെ പറ്റിക്കാനാണ് ഇവിടെ? എത്ര കാലം ഒട്ട് വിടുന്ന ജീവിതം? ഒരിച്ചിട്ട് ഉയരത്തിൽ ചിന്തിക്കാൻ മേലെ. ക്ഷമിക്കുന്നത് ആരാ? ഉയരത്തിൽ നിൽക്കുന്നവനാണ്. ഓട്ടന്ന് വെക്കുന്നത് ആരാ? ഉയരത്തിൽ നിൽക്കുന്നവനാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നത് ആരാ? ഉയരത്തിൽ നിൽക്കുന്നവനാണ്. ഈ ഉയരത്തിൽ നിന്നാണ് പറയണ്ട. അത് ഒരു പ്രാവശ്യം വിമാനത്തെ കയറിയാൽ മനസ്സിലാവും. പക്ഷെ പകല് കയറണം. നമ്മൾ ഈ വലിയ ഭയങ്കര കെട്ടിട എയർപോർട്ട്. ഈ സ്ഥാപനം പൊങ്ങി തുടങ്ങുമ്പോൾ എയർപോർട്ട് സോപ്പട്ടി പോലെ. എയർപോർട്ടിന് മാറ്റം വന്നില്ല, നമുക്ക് മാറ്റം. നമ്മൾ ഒരിച്ചിരി ഉയരത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഈ ഗോപുരം എല്ലാം തീപ്പട്ടി പോലെയാണ്. ഗോപുരം ഉയരമുള്ളതാണ്. സ്വപ്നം. 4, വീടിന് പല ഉപയോഗമുണ്ട്. ആശുപത്രിയാക്കാം, പഞ്ചായത്താക്കാം, താലൂക്കാക്കാം, പോസ്റ്റ് ഓഫീസാക്കാം, തൊഴുത്താക്കാം, വീടാക്കാം. പക്ഷെ ഗോപുരത്തിന് പല ഉപയോഗമില്ല. ഒറ്റ ഉപയോഗമുള്ളൂ, വാച്ച് ടവർ. 5ാമത്തേത്, നിങ്ങൾ 8 മുറിയുള്ള ഒരു വീട് പണിയാൻ തറയിട്ടു. എഞ്ചിനീയർ പറഞ്ഞു 20 ലക്ഷം രൂപ തീർന്നു തരാമെന്ന്. 30,000 തീർന്നില്ല. കൊച്ചിന്റെ കല്യാണം പരിഗണിച്ചു. ഇനി എന്നാ മാറും? അപ്പൊ പിന്നെ അത് വാങ്ങിയിട്ടുള്ളൂ. ഒരു 3 മുറി ഫിനിഷ് ചെയ്തൊക്കെ കയറാം ഫ്രണ്ടിലൊക്കെ. പിന്നെ ആ ഫ്രണ്ട് ഒന്ന് ടൈലിട്ട് എഴുതുക. ഒരു കുഴപ്പമില്ലെന്നേ. വീട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ഉപയോഗിക്കാം.
ശ്രദ്ധിക്കുന്നുണ്ടോ? ഗോപുരത്തിന് കുഴപ്പമെന്ന് അറിയോ? ടോപ്പിലെത്തിയില്ലെങ്കിൽ ഒരു യാതൊരു ഒരു നാരങ്ങ വെള്ളക്കട പോലും തുടങ്ങാൻ പറ്റില്ല. കാരണം ഇതിന് അടിയിലേക്ക് ഒന്നുമില്ലെന്നേ, മുകളിലേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലെ ഒരു റൂം ഉള്ളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ട്. ഈ മാർഗത്തിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കാഹളനാദത്തിങ്കിൽ എടുക്കപ്പെടും. അല്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടിയാലോ വിടുതല് കിട്ടിയാലോ വേദന കഴിഞ്ഞാലോ ഒന്നും ഒരു ഗുണവും ഇല്ല. കാഹളം ധരിക്കുമ്പോൾ എടുക്കപ്പെടുന്നില്ലെങ്കിൽ ഇതിനകത്ത് വന്നത് മണ്ണത്തരായി. ശ്രദ്ധിച്ചായിരുന്നോ? നാം ഈ ആഴ്ചയിൽ മാത്രം പ്രത്യാശിക്കുന്നെങ്കിൽ സകല മനുഷ്യരെക്കാളും അനിഷ്ടരാണ്. എന്റെ ദൈവമേ, കാഹളം ധരിക്കുമ്പോൾ നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ നാട്ടുകാരുള്ളതല്ലോ നല്ല വിചാരം. എന്നാ മതിയോ? ഈ 2000 ആണ്ട് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്നത് പറയുക 2000 വരുമെന്നല്ലേ പറഞ്ഞു. ഓണില്ലേ കേട്ടോ? നാട്ടുകാർ നോക്കിയിരിക്കുക നമ്മൾ എടുക്കപ്പെടുന്ന കാലം. നമ്മളോട് സ്നേഹമുണ്ടല്ലോ, നമ്മുടെ വീട് എടുക്കാതെ നോക്കും. ക്ഷമിക്കണം, സമയം പോയി. യുദ്ധത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. 2 വാക്ക് പറഞ്ഞ് വിട്ടേക്കാം. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേക്കുക. ശിഷ്യത്വവും വിശ്വാസ ജീവിതവും തന്നെ രണ്ടാം. വിശ്വാസ ജീവിതം പറഞ്ഞ രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ വരുന്ന ആ പ്രൈമറി സ്റ്റേജ്. അന്നേരം സാത്താൻ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശിഷ്യത്വം നമ്മൾ സാത്താനെ ആക്രമിക്കുക. വായിച്ചു നോക്കിക്കൊണ്ട് വീട്ടിൽ പോയിട്ട് ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയ്ക്ക് കൊണ്ടുപോവുകയാണ് ശിഷ്യത്വം. അവൻ ഇങ്ങോട്ട് വരുമ്പോൾ തടയുന്നതല്ല, അവനെ പാളയത്തിൽ കയറി തല്ലുന്നതാണ് ശിഷ്യത്വം. ആണോ? അതെ. അവൻ കൈയടച്ചു വെച്ചിരിക്കുന്ന നിധിയെക്കുറിച്ചും നിക്ഷേപത്തെ കുറിച്ചും കേട്ടല്ലോ. ആത്മാക്കളെ കൊള്ളയടിച്ചു വെച്ചിരിക്കുന്ന പിശാചിനെ കേറി ആക്രമിച്ച് അവന്റെ പ്രോപ്പർട്ടി പിടിച്ചെടുത്ത് ദൈവരാജ്യത്തിൽ കൊടുക്കുന്ന സുവിശേഷവേല. മനസ്സിലാവുന്നുണ്ടോ? വർഷങ്ങളായി സാത്താന്റെ പ്രോപ്പർട്ടിയാണ് ഈ ആത്മാക്കളെ. അവനെ കീറി ആക്രമിക്കുക. ഒരു രാജാവും മറ്റൊരു രാജാവും പടയ്ക്കുക. ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനോട് കൂടെ സാത്താന്റെ സാമ്രാജ്യത്തെ ആക്രമിക്കുന്നതാണ് ശിഷ്യത്വം. രണ്ടാമത്തെ പോയിന്റ്, അവന്റെ ആസ്തി അറിയണം. അവന്റെ 20,000. ഓക്കെ. 2, നിന്റെ ആസ്തി അറിയണം. നിന്റെ 10,000. എന്നിട്ട് കമ്പാരിസൺ ചെയ്യണം. നടക്കുമോ? 4, നടക്കുക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം. എനിക്കൊന്നും മനസ്സിലായില്ല. എങ്ങനെയാണ് സാധാരണമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് കൃത്യജീവിതം നയിക്കാറ്? സാധാരണമായിട്ട് കോംപ്രമൈസ് അത് അവിടുത്തെ കാര്യം. ഉദാഹരണത്തിന് ഒരു ലോക്കൽ ബേസ് ഉണ്ടോ? നമ്മൾ എവിടെ കോംപ്രമൈസ് ചെയ്തെന്നറിയോ? ശ്രദ്ധിച്ചു കേട്ടോട്ടെ. സാത്താനുമായിട്ട് നമ്മൾ യുദ്ധത്തിനൊരുങ്ങിയാൽ അവനോട് നേടാനൊന്നുമുള്ള കഴിവൊന്നും നമുക്കില്ല. പേഴ്സണലി നമുക്കില്ല. അത് എത്ര കൈയടിച്ചാലും എത്ര പാട്ട് പാടിയാലും നമുക്ക് ഇത്രയുള്ള നമുക്കറിയാം. പിന്നെ എന്നാ മാർഗം? കോംപ്രമൈസ് ചെയ്താൽ മതി. യുദ്ധം എപ്പോവയ്ക്കും. അപ്പൊ ദൈവത്തിന്റെ സർവൈവർ ഇവിടെ പറഞ്ഞു. ദൈവമാകുന്നാല് ദൈവത്തിന്റെ സർവൈവർക്ക് നീ മേടിക്കണം. കാരണം അവന്റെ കയ്യിലുള്ള 20,000 ഏറ്റുമുട്ടാൻ നീ എത്ര ദിവസം ചോദിച്ചാലും പറ്റും. എന്നാൽ സർവൈവർക്ക് മേടിച്ചാൽ നിന്റെ മുമ്പിൽ ഒരു ശത്രു നിൽക്കത്തില്ല, ഒരു മന്ത്രവാദി നിൽക്കത്തില്ല, ഒരു ആഭിചാരവും നിൽക്കത്തില്ല. ദൈവത്തിന്റെ ആയുധം വാങ്ങുക, യുദ്ധത്തിനായി പുറപ്പെടുക. ഇതാണ് ക്രിസ്തീയ. കണ്ണുകളെല്ലാം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ദൈവദാസന്മാരെ യോഗം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു ആത്മീയ വിടുതലിലേക്ക് ഇന്ന് രാത്രി നമ്മൾ നടത്തപ്പെടുവാനും ഒരു യുദ്ധത്തിനായിട്ട് ഒരുങ്ങുവാനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ അഭിഷേകം പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നതോ അപ്പുറമായി ഇന്ന് കേട്ട വചനം എന്നോടുള്ള ദൈവത്തിന്റെ ദൂരായിരുന്നു. എന്നോട് ദൈവം ഇന്ന് രാത്രി സംസാരിച്ചു. എന്റെ പല ചോദ്യങ്ങളും കർത്താവ് ഇന്ന് രാത്രി മറുപടി തന്നു. ഒന്നുകൂടെ സമർപ്പിക്കാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേൽ വന്നിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവം സംസാരിച്ചു എന്ന് അനുഭവമുള്ള നമുക്ക് കാര്യം ഉയർത്തിപ്പിടിച്ച് അല്പസമയം ദൈവത്തെ സ്തോത്രം ചെയ്തോട്ടെ.
വളരെ ശക്തമായി ഞാൻ പറയട്ടെ, എന്നോട് ഇന്ന് ദൈവം സംസാരിച്ചു. പല ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി തന്നു. അടുത്തുപോയ മനസ്സിനെ ദൈവം പുതുക്കിപ്പെടുന്നു. ഊരിപ്പോയ ചില ബട്ടൺസുകളെ അവയെ ഇന്ന് രാത്രി തിരിച്ചെടുത്താക്കുവാനുമായി താഴുവാൻ, വിനയപ്പെടുവാൻ, സമർപ്പിക്കുവാൻ, ചെറിയ കാര്യങ്ങൾ വിട്ടുകളയുവാൻ, ദൈവത്തിനോട് വലിയ വേല ചെയ്യുവാൻ, ഉയരത്തിലേക്ക് ഉയരുവാൻ, വലിയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ, ലോകത്തിലുള്ളതങ്ങത്തെ എല്ലാ ദൈവങ്ങളും എല്ലാ വാദവും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അഭിഷേകപ്രാപ്ത ദൈവങ്ങളാണല്ലോ. കാര്യങ്ങൾ അടിച്ചാൽ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ദൈവങ്ങളും അവയെ കാര്യങ്ങൾ അടിച്ച വാദമുണ്ട്. അഭിഷേകത്തിന്റെ ശക്തിയിൽ സമർപ്പണത്തോടെ അഭിഷേകത്തിന്റെ ശക്തിയിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക. ബന്ധനങ്ങൾ അണിയട്ടെ, ശക്തികൾ പൊട്ടട്ടെ. എത്ര വർഷമായി സമ്പത്തിനെ ബന്ധിച്ചു വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കൈകൾ ചലിക്കട്ടെ, നാമം ചലിക്കട്ടെ. ദൈവത്തിന് അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് പറയട്ടെ. ഇന്ന് രാത്രി കർത്താവേ, എനിക്ക് ഉള്ളതിനുമാറാകണമെന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കരങ്ങൾ പിടിച്ചാട്ടെ. അമ്മയെ പ്രാർത്ഥിച്ചരന്തരമായി ആസ്വാദം പറഞ്ഞിട്ട് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന സമയം പോയത് കൊണ്ട് എന്നാൽ നിങ്ങൾ നിറഞ്ഞു വെച്ച് പോകട്ടെ. ആസ്വാദം പറഞ്ഞവർ ഇന്ന് 2 നിമിഷം എല്ലാവരും കൈയിലടിച്ച് പ്രാർത്ഥിക്കണം. അമ്മേ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും എന്റെ വലിയ ഭക്തന്മാരിൽ കൂടെ അഭിഷേകം ചെയ്യപ്പെട്ട തോത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വചനത്താൽ നീ ഞങ്ങളെ തൃപ്തരാക്കിയതുകൊണ്ട് സ്തോത്രം. ആത്മാവിന്റെ നിറവിനാലും ശക്തിയാലും നീ ഞങ്ങളെ ശക്തീകരിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ കണ്ട് ഉണരുവാൻ, ദൈവസന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കുവാൻ, ഒരു പുതിയ ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായി ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. കർത്താവെ, വചനത്തിൽ സംസാരിപ്പാൻ നിന്റെ ഭൃത്യന്മാരെ നീ അഭിഷേകം ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരങ്ങൾ അവരെ ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. ധാരാളമായിട്ട് പിന്നെയും നിന്റെ കരങ്ങളിൽ നീ അവരെ പ്രയോജനപ്പെടുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ മട്ടൂറിയ വീഞ്ഞുകൊണ്ടും കൃഷ്ണാന ഭോജനം കൊണ്ടും ഞങ്ങളെ തൃപ്തരാക്കിയത് കൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹങ്ങളോട് നീ അയക്കണമേ. തുടർന്ന് നടക്കേണ്ട മീറ്റിങ്ങുകളിൽ വലിയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ സർവശക്തനായ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. തിരുനാമത്തെ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ദാപനവരോടും സകല വിശുദ്ധന്മാരോടും നടക്കുന്ന യോഗങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ രാവിലെ 10 മണിക്ക് ഈ പന്തലിലേക്ക് വീണ്ടും പൊതുയോഗം ഉണ്ടായിരിക്കും. എല്ലാ സഹോദര
He